നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാൾ, ഭാരതത്തിന്റെ അപ്പസ്തോലനുമാണ് വിശുദ്ധ തോമാസ് ലീഹ. AD 52 കേരളത്തിലെ കൊടുങ്ങല്ലൂരിലെത്തിയ അദ്ദേഹം 7 പള്ളികൾ സ്ഥാപിക്കുകയും ക്രിസ്തുമതം പ്രചരിപ്പിക്കുകയും ചെയ്തു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. AD 72 ചെന്നൈയിലെ മൈലാപ്പൂരിൽ വെച്ച് അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചു. ജനനം 1805 ഫെബ്രുവരി 10 ആലപ്പുഴ ജില്ലയിലെ കൈനയിൽ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരളത്തിലെ സീറോ മലബാർ കത്തോലിക്ക സഭയിലെ വിശുദ്ധൻ, സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്നു. 1986 വാഴ്ത്തപ്പെട്ടവനായി 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 1871 ജനുവരി 3 കൂനമ്മാവിൽ അന്തരിച്ചു. വിശുദ്ധ പദവിയിലെത്തുന്ന ആദ്യത്തെ മില്ലേനിയൽ തലമുറയിലെ വ്യക്തിയാണ് വിശുദ്ധ പിതാവ്. ആധുനിക സാങ്കേതിക വിദ്യയെ, പ്രത്യേകിച്ച് ഇന്റർനെറ്റിനെയും സോഷ്യൽ മീഡിയയെയും വിശ്വാസ പ്രചാരണത്തിനായി ഉപയോഗിച്ചതിലൂടെയാണ് കാർലോ ശ്രദ്ധേയനായത്. ജനനം 1991 മെയ് 3 ലണ്ടനിൽ. 2006 ഒക്ടോബർ 12 മരണം. സെപ്റ്റംബർ 7 2025 ലിയോ 14 മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. കത്തോലിക്ക സഭയിലെ രക്തസാക്ഷിയായ ഒരു വിശുദ്ധയാണ് മരിയ ഗോരെത്തി. ജനനം 1890 ഒക്ടോബർ 16. മരണം 1902 ജൂലൈ 6. തൻ്റെ കന്യകാത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി 12-ാം വയസ്സിൽ ഈ ബാലിക രക്തസാക്ഷിയാവുകയായിരുന്നു. കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ചവരിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മരിയ ഗോരെത്തി. വിശുദ്ധ കൊച്ചു ത്രേസ്യ ഫ്രാൻസിലെ ഒരു കാർമലൈറ്റ് സന്യാസിനിയായിരുന്നു. ഒരു ആത്മാവിന്റെ കഥ എന്ന ആത്മകഥയിലൂടെ തൻ്റെ ആത്മീയ പാത അവതരിപ്പിച്ച് പ്രശസ്തയായി. 24-ാം വയസ്സിൽ ക്ഷയരോഗം ബാധിച്ച് മരിച്ചെങ്കിലും 1925 വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുകയും 1997 ഡോക്ടർ ഓഫ് ദ ചർച്ച് പദവി നേടുകയും ചെയ്തു. ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന ഇവർ കുഞ്ഞു മിഷണറിമാരുടെയും രോഗികളുടെയും മധ്യസ്ഥയാണ്. ഇറ്റലിയിലെ അസീസിയിൽ സമ്പന്ന കുടുംബത്തിൽ ജനനം. ആദ്യകാലങ്ങളിൽ ഒരു സൈനികനായി യുദ്ധങ്ങളിൽ പ്രതാപം നേടാനും ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. സമ്പാദ്യം ഉപേക്ഷിച്ച് ദരിദ്രനായി ജീവിച്ച അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട്
ദരിദ്രരെ ശുശ്രൂഷിച്ചു. 1209 ഫ്രാൻസിസ്കൻ സഭ സ്ഥാപിച്ചു. മരണം 1226 ഒക്ടോബർ 3. ഭാരത സഭയുടെ പ്രഥമ വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ. സഹനത്തെ പുഞ്ചിരിയോടെ സ്വീകരിച്ച സഹനദാസി എന്നറിയപ്പെടുന്ന ഇവർ 1910 കുടമാളൂരിൽ ജനിച്ചു. ഭരണജ്ഞാനം FCC സഭയിൽ അംഗമായിരുന്ന വിശുദ്ധ 1946 ജൂലൈ 28 അന്തരിച്ചു. 2008 വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട അൽഫോൻസാമയുടെ കബറിടം ഭരണജ്ഞാനത്ത് സ്ഥിതി ചെയ്യും. ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് അവരിന്ന് പ്രത്യാശയുടെ പ്രതീകമാണ്. പതിനാലാം വയസ്സിൽ മരണമടഞ്ഞ ഇറ്റാലിയൻ കൗമാരക്കാരനായ വിശുദ്ധ ഡൊമിനിക് സാവിയോ വിശുദ്ധ ജോൺ ബോസ്കോയുടെ ശിഷ്യനായിരുന്നു. 1842 ഏപ്രിൽ 2 ഇറ്റലിയിൽ ജനിച്ചു. 7-ാം വയസ്സിൽ പ്രഥമ ദിവികാരുടെ സ്വീകരണ വേളയിൽ പാപത്തേക്കാൾ നല്ലത് മരണം എന്ന പ്രതിജ്ഞയെടുത്തു. 1857 മാർച്ച് 9 14-ാം വയസ്സിൽ അന്തരിച്ചു. 1954 പയസ് 12-ാമൻ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. കേരളത്തിലെ ഉള്ളൂരിൽ ജീവിച്ചിരുന്ന CMC സന്യാസിനി സമാഗമായ വിശുദ്ധ യൂത്രാസ്യ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നറിയപ്പെടുന്നു. 1877 ഒക്ടോബർ 17 തൃശ്ശൂർ ജില്ലയിൽ കാട്ടൂരിൽ ജനിച്ചു. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ യൂത്രാസ്യ എന്ന പേരിൽ 1897 വസ്ത്രസ്വീകരണം നടത്തി. നീണ്ട മണിക്കൂറുകൾ ഈശോയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചു ജപമാല ചൊല്ലിയും കഴിയുന്നതിനാൽ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നറിയപ്പെടുന്നു. 1952 ഓഗസ്റ്റ് 29 ഉല്ലൂർ മഠത്തിൽ വെച്ച് അന്തരിച്ചു. 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പയായി വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടു. ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ വിശുദ്ധയായ വിശുദ്ധ യൂഫ്രാസ്യമ്മ ഈ ഇടവക കുടുംബത്തിന് മാത്രമല്ല ഈ ലോകത്തിൻ്റെ പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും വലിയ മാതൃകയായി നിലകൊള്ളുന്നു.